ചെറുപ്പക്കാരായ പിള്ളേര് അവരോടാണ്. നശിക്കേണ്ട മക്കളെ, നശിക്കേണ്ട, രക്ഷപ്പെട്ടോ വേണമെന്നുണ്ടെങ്കിൽ. ഒരു നീചനും ദുഷ്ടനുമായ ഒരു ഭരണാധികാരിക്ക് ആളുടെ രാജ്യവും ഭരണവും എല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷം ഒരു യാദൃശ്ചികമായിട്ടൊരു മുൾക്കിരീടം കളഞ്ഞു കിട്ടുകയാണ്. ആ രാജാവ് ആ മുൾക്കിരീടം ചൂടി ഇന്ന് നമ്മ കേരളത്തിൽ കണ്ടത് അതാണ്. അതായത് ഇതുവരെയും ഒരു മീറ്റിംഗ്, അടിയന്തരമായിട്ടൊരു ചർച്ച പോലും നടത്താതെ പ്രതിപക്ഷ ഉപനേതാവിനുള്ള മുറവിളി കൂട്ടിയിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഇത്രയും ദിവസങ്ങളായിട്ട് കണ്ടിരുന്നതാണ്. അപ്പൊ അതിലൊരു ചർച്ച പോലും ഉണ്ടായില്ല. എല്ലാ ജില്ലാ കമ്മിറ്റികളിൽ നിന്നുമുള്ള പ്രതിഷേധങ്ങൾ വന്നത് നമുക്ക് കണ്ടതാണ്. അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താ ഇതൊന്നും നടന്നിട്ടില്ല. ഇതൊന്നും നടക്കാതെ ഇപ്പൊ കിട്ടിയ മുൾക്കിരീടുണ്ടല്ലോ, ഈ ED റെയ്ഡ്, ആ സമയത്ത് അടിയന്തരമായിട്ട് മീറ്റിംഗ് വിളിക്കുക, എന്നിട്ട് ആൾക്കുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കുക, തെരുവില് കുറെ ഗുണ്ടകള് ഇറങ്ങുക, എന്നിട്ട് തെരുവ് വിളയാട്ടം നടത്തുക. ഒരു 10 വർഷമായിട്ട് ഈ പുതിയ തലമുറ കാണാത്ത രീതിയിലുള്ള സമര രീതികള്, അക്രമങ്ങള്, ഇതൊക്കെ അഴിച്ചു വിടുക. ഇതിനു വേണ്ടിയിട്ട് ഇവരെ നേതാക്കന്മാര് നേതൃത്വം കൊടുക്കുക, അതിനെ ആക്രോശിക്കുക, അത് എന്നിട്ട് പോസ്റ്റർ ആക്കിയിട്ട് ഇടുക, ആക്രമണം നടത്തുന്നത്, ഭയങ്കര അഭിമാനപരമായിട്ടുള്ള കാര്യങ്ങൾ നേടിയെന്ന് അഹങ്കാരത്തോടുകൂടി കാണിക്കുക. അതായത് പുതിയ തലമുറ നശിപ്പിക്കുകയാണ് ഇവര്. നശിപ്പിച്ച് നാറാണക്കല്ലെടുത്ത ഒരു ജനത ഇതിനു മുമ്പുണ്ടായിരുന്നു. അതായത് ഒരു തലമുറ ഇതിനു മുമ്പുണ്ടായിരുന്നു. അവരിപ്പോഴും ഗുണ്ടായുസം കളിച്ച് നടക്കുകയാണ്. അവർക്ക് ഗുണ്ടായുസം കളിച്ച് നടക്കുന്നതാണ് വലിയ കാര്യം എന്ന് പറഞ്ഞ് നടക്കുന്ന കുറെ യുവതലമുറ, അന്നത്തെ യുവതലമുറ, ഇന്നത്തെ വയസ്സന്മാര് അവരുണ്ട്. ഇനി അടുത്ത തലമുറ ഇവർക്ക് അക്രമരാശി എന്താണെന്നുള്ളത് അറിയില്ല. അപ്പൊ അവരെ കൊണ്ടുവരികയാണ്, ഈ മേഖലയിലേക്ക് കൊണ്ടുവന്നിട്ട് ഇനിയും നശിപ്പിക്കുകയാണ്. പുതിയ പിള്ളേരോട് പറയാനുള്ളത്, ഈ രാഷ്ട്രീയത്തിൽ വന്നിട്ടുള്ള പുതിയ പിള്ളേരുണ്ടല്ലോ, ആക്രമണം കണ്ട് അതൊരു ഹരമാക്കി എടുത്തിട്ട് വന്നിട്ടുള്ള പിള്ളേരോട്, നിങ്ങളെ ജീവിതം നശിക്കുള്ളൂ. ഇവര് നേതാക്കന്മാരെ മക്കളും സേഫാണ്. നിങ്ങളാണ് ഇപ്പൊ 10 പേര് കണ്ടാലറിയുന്ന 10 പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് ഓൾറെഡി എടുത്തു കഴിഞ്ഞ് അവര് വിജയന്റെ മക്കളും രക്ഷപ്പെടും. അവര് എങ്ങനെയെങ്കിലും കേന്ദ്രത്തിൽ പോയിട്ട് കാല് പിടിച്ച് ഇതിൽ നിന്ന് രക്ഷപ്പെടും, അതിലൊന്നും സംശയമില്ല. പക്ഷെ പെട്ടുപോകുന്നത് നിങ്ങളാണ്. ഇപ്പൊ കുറെ പോസ്റ്റൊക്കെ ഇട്ടിട്ട് ഇരിക്കുന്ന കുറെ ഫോട്ടോസൊക്കെ വരുന്നുണ്ടല്ലോ, ചെറുപ്പക്കാരായ പിള്ളേര് അവരോടാണ്. നശിക്കേണ്ട മക്കളെ, നശിക്കേണ്ട, രക്ഷപ്പെട്ടോ വേണമെന്നുണ്ടെങ്കിൽ.